പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് ഇവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. യേശു നിക്കോദേമോസിനോട് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം കാണാൻ അവന് കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്നാണ് യേശു വ്യക്തമാക്കിയത്. എപ്പോഴും എല്ലാറ്റിനും നവീകരണം നടത്തുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി എല്ലാ തിന്മകളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി മാറും. നവീകരണം എന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നാം ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നാം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി മാറുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നൊരു വ്യക്തി നിരന്തരം പുതുതാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും യേശു തനിക്ക് വേണ്ടി മരിച്ചു എന്ന് ബോധ്യത്തോടെ ഏറ്റുപറയുകയും അതിൽ ആഴപ്പെട്ട് വിശ്വസിക്കുകയും അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ഉണരുകയും അത് ഊർജ്ജസ്വലമാകുകയും ചെയ്യും. വീണ്ടും ജനനത്തിൻ്റെ ഒരനുഭവമാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. യേശു അവനെ സംരക്ഷിക്കുകയും ചെയ്യും. സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ ദാഹം പൂർത്തീകരിച്ച് തരുന്നത് പരിശുദ്ധാത്മാവിനാണ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യേണ്ടത്. യേശു പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നിർവീര്യമാക്കാതെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ചുകൊണ്ട് ഓരോ ദിവസവും നാം ജീവിക്കുകയാണ് വേണ്ടത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.